മന്ത്രിയുടെ തന്ത്രങ്ങൾ. ഓജയും മന്ത്രിയും ഗുസ്തി മത്സരം കാണാൻ പോകുകയാണ്. എൻ്റെ കസിൻ ഓജയുണ്ട് മത്സരിക്കാൻ. ഓജയും താൻസിങ്ങും തമ്മിലാണോ മത്സരം? അതെ അതെ, നിലവിലെ ഗുസ്തി വീരൻ ടാൻസിങ് തന്നെ. ഓജയുടെ കസിനല്ലേ? ഓജ സമയമാകുമ്പോൾ മുങ്ങും. ഓജയെ വിളിക്കുന്നത്. ട്രിങ് ട്രിങ്. ഹലോ. ഓക്കെ. ഓജയ്ക്ക് മത്സരത്തിന് എത്താനാവില്ല, കാർ കേടായി. പ്രഭു, സ്ഥലമെത്തി. പേടിത്തൊണ്ടൻ ഓജ എന്നെ പേടിച്ച് വീട്ടിൽ ഒളിച്ചിരിക്കുകയോ? മൊണ്ടൻ ഓജ, പേടിത്തൊണ്ടൻ ഓജ. എന്റെ കസിനെ കളിയാക്കുന്നു. അതോരോ മഹാരാജാവാ പറഞ്ഞത്. ഏത് മഹാരാജാവ്? ഓജാപുരിയിലെ രാജാവ് ഓജ, ഓജയുടെ കസിൻ. എന്താ, തയ്യാറാണോ? എന്തിന്? ഓജ വരാത്തത് കൊണ്ട് നമ്മൾ തമ്മിൽ ആയാലോ ഗുസ്തി? അത് കലക്കി. ഡാൻസിങ്ങിന്റെ ഒരു ഇടിക്ക് പോലുമില്ല ഓജ. വേണമെങ്കിൽ ഒരു സഹായം കൂടി കൂടെ കൂട്ടിക്കോ. മന്ത്രി മതി സഹായത്തിന്. അയ്യോ, മത്സരം 1 മണിക്കൂറിനുള്ളിൽ തുടങ്ങാം. അടിപൊളി. ഓജയെ ആദ്യം മത്സരിക്കാൻ വിടാം. അങ്ങനെ ഒരറ്റത്ത് 90 കിലോ ഭാരമുള്ള ടാൻസിങ്, മറ്റേ അറ്റത്ത് ഓജയും മന്ത്രിയും, 2 പേർക്കും കൂടി 120 കിലോ. പ്രഭു, അങ്ങ് ആദ്യം മത്സരിക്കണം. വേണോ? വേണം. ഓജയെ കളിയാക്കിയതിന് പകരം വീട്ടണം. അത് ശരിയാ. എത്ര മനോഹരമായ കാഴ്ച. അയ്യാ, ഇനി മന്ത്രി. ഞാൻ മന്ത്രി, സൂക്ഷിച്ച്. ഓർന്നിട്ട് പോ. എന്നാമോ, ഇതാണ് ഇടിബോംബ്. അയ്യോ. അടുത്തത് വീണ്ടും ഓജ. അമ്മേ, ആവൂ. എനിക്ക് കിട്ടിയതിന്റെ ഇരട്ടി ഓജയ്ക്ക് കിട്ടണേ. എന്നിട്ട് ഞാൻ പിറ്റേന്ന്. അമ്മേ, അയ്യോ, എന്റെ കാല്. അതാരാ കരയുന്നത്? ഓജയായിരിക്കും. വിഷമിക്കണ്ട പ്രഭു, ഞാൻ രാജ്യം അയ്യോ, ഡാൻസിങ്. പ്രഭു, ഡാൻസിങ്ങിനെ ഇടിച്ച് ഈ നിലയിലാക്കിയത് അങ്ങാണോ? അല്ല, ഞാനോ. മന്ത്രി, ഇതാണ് എന്റെ കസിൻ ഓജ. എന്നെ രക്ഷിക്കാൻ വന്നതാ. ഹലോ. ഇയാൾക്ക് വരാൻ തോന്നിയ നേരം. ഞാൻ കളത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഓജ എത്തി. എന്നിട്ട് നേരെ ഡാൻസിങ്ങിനെ നേരിട്ടു. മന്ത്രിക്ക് ഡാൻസിങ് തന്നതിന്റെ ഇരട്ടി ഇടി ഓജ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി നേരത്തെ എത്താൻ തോന്നിയില്ല. മന്ത്രി ഒന്ന് പരിശീലിക്കുന്നു. പ്രാക്ടീസ് ചെയ്ത് ഗുസ്തി ചാമ്പ്യനാകാൻ പറ്റൂ. ഗുസ്തി ചാമ്പ്യനോ? ഞാനോ? അയ്യോ, വേണ്ട.